തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. തെക്കേ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിലാണ് പന്തലിന്റെ കാൽനാട്ടിയത്. പാറമേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചായിരുന്നു പന്തൽ കാൽനാട്ട് കർമ്മം. പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങുകളിൽ ഒന്നുകൂടിയാണ് പന്തൽ കാൽനാട്ട്. പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പന്തൽ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടേത് നടുവിലാലിലും നായ്ക്കനാലിലുമാണ് ഉയരുക. തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം ഈ മാസം 25-ന് നടക്കും. വെടിക്കെട്ടിന്റെ ഫയർലൈൻ പുറകിലോട്ട് വലിച്ച് കൂടുതൽ ആളുകളെ സ്വരാജ് റൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഇത്തവണ ഭംഗിയായി പൂരം നടത്താനാകുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. ഇത്തവണ വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട്. ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ് റൗണ്ടിലെ ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും. വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പ് കൊടുക്കുന്നത് ഇരു ദേവസ്വങ്ങളും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ജില്ലാ ഭരണകൂടവും വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂരം വെടിക്കെട്ട് മുൻ വർഷങ്ങളേക്കാൾ ഭംഗിയായി ആസ്വദിക്കാനാകുമെന്നും സർക്കാരും ദേവസ്വവും ജില്ലാ ഭരണകൂടവും സഹകരിച്ച് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൂരം അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഫയർലൈൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട്. ഇത്തവണത്തെ പൂരം മുൻപ് ഏത് കൊല്ലത്തെക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ട്. 100 അടി ഉയരത്തിൽ ഒരുക്കുന്ന ബഹുനില പന്തലിന്റെ നിർമ്മാണ ചുമതല എടപ്പാൾ നാദം ബൈജുവിനാണ്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, തട്ടകക്കാർ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത്. പാറമേക്കാവിന്റെ പൂരം ബ്രോഷറും കാൽനാട്ടുകർമ്മ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.